മലപ്പുറം പോലീസ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം അവിടെ ചെയ്തു കൂട്ടി എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, മലപ്പുറം ജില്ലയിലെ കേസുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് കൊനോട്ടേഷൻ ശ്രദ്ധിക്കണം. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന ഒരു നമ്പർ വരുന്നത് ആരെ സുഖിപ്പിക്കാനാണ്? ഇദ്ദേഹത്തിനെതിരെ വിജിലൻസിൽ എന്തോരം പരാതികൾ പോയിട്ടുണ്ട്, വിചിത്രമായ പരാതികളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കോഴിക്കോട് ഒരു ആശുപത്രിയിൽ പ്രസവിക്കുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ പറയുന്ന തേഞ്ഞിപ്പലം മുതൽ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ തേഞ്ഞിപ്പലം മുതൽ കുറ്റിപ്പുറം വരെ, എന്നാൽ മലപ്പുറം ജില്ലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോലീസിനെ നിയോഗിക്കുകയാണ് ട്രാഫിക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വിജിലൻസിന് പരാതി പോയതാണ്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ പരാതിയിൽ ഈ പറയുന്ന ഇപ്പോൾ അൻവർ കുറ്റി അന്വേഷിച്ച് പോകുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്നിപ്പോൾ ഇദ്ദേഹം പറയുന്നത്, നിങ്ങളത് പ്രസ് ചെയ്യല്ലേ, നിങ്ങൾ ആ കേസ് പ്രസ് ചെയ്യല്ല, അത് എന്നെയാണ് ബാധിക്കുക എന്ന് SP MLA വിളിച്ച് പറയണം. ഇപ്പോൾ സിവിൽ സ്റ്റേഷനിലേക്ക് കളക്ടറേറ്റിലേക്കൊക്കെ നടക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം പ്രതിപക്ഷ സംഘടനകളാണ് കൂടുതൽ നടത്തുന്നത്. മലപ്പുറത്താകുമ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗ്, MSF, ഈ ഫ്രറ്റേണിറ്റി, ഇവരൊക്കെയാണ് കൂടുതലും വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ അതൊക്കെ ഉന്നയിച്ചാണ്. നിഷാദ് ആ മാർച്ചുകളുടെയൊക്കെ വിഷ്വലെടുത്തൊന്ന് പരിശോധിച്ച് നോക്കും. പട്ടിയെ തല്ലുന്നത് പോലെ ഈ മാർച്ച് നടത്തുന്ന ആളുകളെ തല്ലുന്നത് കാണാൻ പറ്റും. നേതാക്കന്മാരടക്കം ഒത്തിരി മാർച്ച് അവിടെ വരുമ്പോഴേക്ക് തല്ലാരംഭിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട പരിപാടി മൾട്ടിപ്പിൾ അഫെയറാണ്. 3 ആളുകളിരുന്ന് കഞ്ചാവ് പിടിക്കുകയാണ്. കഞ്ചാവ് പിടിക്കണമെന്നില്ല, മദ്യപാനം വേണ്ടിയില്ല. അതൊരു കേസായിരിക്കില്ല, അത് 3 കേസായിരിക്കും. അപ്പോൾ എന്താ കാര്യം? രണ്ടുണ്ട് കാര്യം. ഒന്ന്, മലപ്പുറം ജില്ലയിലെ കേസുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് കൊനോട്ടേഷൻ ശ്രദ്ധിക്കണം. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന ഒരു നമ്പർ വരുന്നത് ആരെ സുഖിപ്പിക്കാനാണ്? രണ്ടാമത്, ഞാൻ ഒരുപാട് കേസുകൾ പിടിച്ച ആളാണ്, ഒരുപാട് കേസുകൾ ആളാണെന്നുള്ള വ്യക്തിപരമായ ഒരു നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പാർട്ട് നമ്പർ 2 ഉണ്ടല്ലോ, അത് അതിഗുരുതരമായുള്ള സംഭവമാണ്. ഇന്നിപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഓഡിയോ എന്താണ്? മുൻ SP സുജിത് ദാസ് ഇദ്ദേഹത്തെ വിളിക്കുകയാണ്. ഇദ്ദേഹത്തെ വിളിച്ചിട്ട് വന്ന MLA, നിങ്ങൾ മറ്റേ കേസ് വല്ലാതെ പ്രസ് ചെയ്യരുത്, അത് എന്നെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്തോ കുഴപ്പമൊപ്പിച്ചു. ഈ മരം മുറിച്ചതാരാ? അല്ലെങ്കിൽ ഈ മരം ആർക്കു വേണ്ടിയാണ് മുറിച്ചത്? ആ മുറിച്ച മരങ്ങൾ എവിടെ? അത് ഫേണിച്ചറായി മാറിയോ? ഫേണിച്ചറായി മാറിയെങ്കിൽ ഏത് വീട്ടിലാണുള്ളത്? അത് പരാതിയായപ്പോൾ ഒരു ഫർണിച്ചർ കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് അത് കത്തിച്ചോ? ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളുണ്ട്, പല പരാതികളുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ കാണേണ്ടത്. ഈ സുജിത് ദാസ് എന്ന് പറയുന്ന കക്ഷിയുണ്ടല്ലോ, IPS കാരനാണ്. ഇദ്ദേഹം നേരത്തെ ഈ എറണാകുളം റൂറലിൽ ഡാൻസ് ഓഫ് ഉണ്ടല്ലോ, അതിൻ്റെ ആൻറ്റി നാർക്കോട്ടിക് ഇതിൻ്റെ ASP ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ആ സമയത്ത് എടത്തലയിൽ സുനിൽ കുമാർ, ഉമറുൽ ഫാറൂഖ്, രഞ്ജിത്ത്, പിന്നെ ഒരാൾ, ഇങ്ങനെ 4 ചെറുപ്പക്കാരെ പിടിച്ചു, ഇടിച്ചു, മാരകമായിട്ട് ഇടിച്ചു. എന്നിട്ട് അവർക്കെതിരെ ഒരു നാർക്കോട്ടിക് കേസ് കൊടുത്തു, കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. അപ്പോൾ അതിൽ ഈ സുനിൽ കുമാറിൻ്റെ ഭാര്യ രേഷ്മ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ ഈ വ്യാജമായ കഞ്ചാവ് കേസിൽപ്പെടുത്തി, കഞ്ചാവുമായിട്ട് ഈ ജാതി പരിപാടി ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് എൻ്റെ ഭർത്താവ്, അങ്ങേരെ പിടിച്ചുകൊണ്ടുപോയി മാരകമായി മർദ്ദിച്ചു. ഇതിൽ 1-2 ആളുകളുടെ കേൾവി ശക്തിക്ക് ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ കേട്ടോ, ഇടി കിട്ടിയിട്ട്. അപ്പം ഈ ഒന്ന് വ്യാജ കേസിൽപ്പെടുത്തി മാരകമായി മർദ്ദിച്ചു. അതുകൊണ്ട് CBI അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതിൻ്റെ 3-ാം പക്കം രേഷ്മയുടെ വീട്ടിൽ 3-4 ആളുകൾ വരികയാണ് രാത്രി. എന്താണ് സുജിത് ദാസിനെതിരെ കേസ് കൊടുക്കാനാണ് നിൻ്റെ പരിപാടി, തട്ടികളയും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഭീഷണിപ്പെടുത്തി, ഇങ്ങനൊരു സംഘം വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതി സ്വീകരിച്ചില്ല എന്നൊക്കെയുള്ള പ്രശ്നം. ഇത് 2018 സംഭവം കേട്ടോ. ഈ സംഭവത്തിന് ശേഷം പിന്നെ നമ്മളെന്താ കാണുന്നറിയോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഹൈക്കോടതിയിൽ കേസുള്ള, ഇങ്ങനെയൊക്കെ ആരോപണ വിധേയനായ ഒരാൾക്ക് എന്താ സംഭവിക്കേണ്ട സാധാരണഗതിയിൽ? പക്ഷെ അദ്ദേഹം മലപ്പുറത്ത് SP ആയി വരികയാണ്, സംസ്ഥാനത്ത് ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയുടെ SP ആയിട്ട് വരികയാണ്. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്നത്? ഈ ഹൈക്കോടതിയിൽ കേസുള്ള കാര്യം അതെ ഇത് അവിടുന്ന് പ്രതിഷേധം ഉണ്ടായ മുഖ്യമന്ത്രി പറയുന്നത് സ്വതന്ത്ര റിപ്പബ്ലിക് അല്ലെന്നാണ്. അപ്പോൾ എന്നിട്ട് ഇയാൾ കേരളത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയുടെ SP ആയിട്ട് വരും. SP ആയിട്ട് വരിക മാത്രമല്ല നിഷാദെ, 3.5 വർഷമാണ് അയാൾ ആ സ്ഥാനത്ത് വരുന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു SP ഒരു ജില്ലയിൽ ഇത്രയധികം കാലം നിന്നിട്ടുണ്ടോ? ഈ സുജിത് ദാസിൻ്റെ റെക്കോർഡുള്ള ഒരു SP കാണിച്ചു തരാൻ പറ്റും. ആ സമയത്ത് തലങ്ങും വിലങ്ങും SP മാർ ട്രാൻസ്ഫർ അടിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഉണ്ടാകുന്നില്ല. അവസാനം എന്താ സംഭവം? താമർ ജഫ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇടിച്ചു കൊല്ലുകയാണ് പോലീസുകാർ. അത് ഇങ്ങേരുടെ നേതൃത്വം ഡാൻസ് ഓഫാണ് ഇടിച്ചു കൊല്ലുന്നത്.
ഒരു പൊടിക്കാണ് കേസിൽ ഇദ്ദേഹം ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ തോതിൽ ജനരോഷം ഉണ്ടാകുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം എന്ന് പറയുന്നു. മാറ്റാൻ സന്നദ്ധമാവുന്നേ ഇല്ല. പക്ഷെ പ്രതിഷേധം കനത്തപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നു. പക്ഷേ സാങ്കേതികമായി ട്രാൻസ്ഫർ ആയിരുന്നില്ല. അദ്ദേഹത്തെ ട്രെയിനിങ്ങിന് പറഞ്ഞേക്കുകയാണ്. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല നോട്ടിഫിക്കേഷൻ. അദ്ദേഹത്തെ ഹൈദരാബാദിലേക്ക് ഫേർദർ ട്രെയിനിങ്ങിന് പറഞ്ഞേക്കുകയാണ്. ഫേർദർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പുള്ളി ആൻറ്റി ടെററിസം സ്ക്വാഡിൽ ഓപ്പറേഷൻസ് SP ആയിട്ടാണ് നിയമിതനാകുന്നത്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് പത്തനംതിട്ട SP ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 3.5 വർഷക്കാലം സുജിത് ദാസ്, നമ്മൾ കഴിഞ്ഞ വർഷം ഇതിവിടെ ചർച്ച ചെയ്തതാണ്. അന്ന് നമ്മൾ അതിൽ കൊടുത്ത തലക്കെട്ട് മലപ്പുറം പോലീസ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം അവിടെ ചെയ്തു കൂട്ടി എന്തൊക്കെയാണെന്നറിയോ? ഇദ്ദേഹത്തിനെതിരെ വിജിലൻസിൽ എന്തോരം പരാതികൾ പോയിട്ടുണ്ട്. വിചിത്രമായ പരാതികളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കോഴിക്കോട് ഒരു ആശുപത്രിയിൽ പ്രസവിക്കുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ പറയുന്ന തേഞ്ഞിപ്പലം മുതൽ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ തേഞ്ഞിപ്പലം മുതൽ കുറ്റിപ്പുറം വരെ, എന്നാൽ മലപ്പുറം ജില്ലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോലീസിനെ നിയോഗിക്കുകയാണ് പിന്നെ ട്രാഫിക് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അത് വിജിലൻസിന് പരാതി പോയതാണ്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പരാതിയിൽ ഈ പറയുന്ന ഇപ്പോൾ അൻവർ കുറ്റി അന്വേഷിച്ച് പോകുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്നിപ്പോൾ ഇദ്ദേഹം പറയുന്നത്, പിന്നെ നിങ്ങളത് പ്രസ് ചെയ്യല്ലേ, നിങ്ങളാ കേസ് പ്രസ് ചെയ്യല്ലേ, അത് എന്നെയാണ് ബാധിക്കുക എന്ന് SP MLA വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഈ മലപ്പുറത്ത് ഇദ്ദേഹം ഇരിക്കുന്ന കാലത്ത് വിചിത്രമായ നടപടി, ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പ്രതിഷേധം, ഇപ്പോൾ സിവിൽ സ്റ്റേഷനിലേക്ക് കളക്ട്രേറ്റിലേക്കൊക്കെ നടക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം പ്രതിപക്ഷ സംഘടനകളാണ് കൂടുതൽ നടത്തുന്നത്. മലപ്പുറത്താകുമ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗ്, MSF, ഈ ഫ്രറ്റേണിറ്റി, ഇവരൊക്കെയാണ് കൂടുതലും വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ അതൊക്കെ ഉന്നയിച്ചാണ്. നിഷാദ് ആ മാർച്ചുകളുടെയൊക്കെ വിഷ്വലെടുത്തൊന്ന് പരിശോധിച്ച് നോക്കും. പട്ടിയെ തല്ലുന്നത് പോലെ ഈ മാർച്ച് നടത്തുന്ന ആളുകളെ തല്ലുന്നത് കാണാൻ പറ്റും. നേതാക്കന്മാരടക്കം പ്രത്യേകിച്ച് മാർച്ച് അവിടെ വരുമ്പോഴേക്ക് തല്ലാരംഭിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട പരിപാടി മൾട്ടിപ്പിൾ അഫെയർ ആണ്. 3 ആളുകൾ ഇരുന്ന് കഞ്ചാവ് പിടിക്കുകയാണ്. കഞ്ചാവ് പിടിക്കണമെന്നില്ല, മദ്യപാനം വേണ്ടില്ല. അതൊരു കേസായിരിക്കില്ല, അത് 3 കേസായിരിക്കും. അപ്പോൾ എന്താ കാര്യം? 2 കാര്യം. ഒന്ന്, മലപ്പുറം ജില്ലയിലെ കേസുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് കൊനോട്ടേഷൻ ശ്രദ്ധിക്കണം. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന ഒരു നമ്പർ വരുന്നത് ആരെ സുഖിപ്പിക്കാനാണ്. രണ്ടാമത്, ഞാൻ ഒരുപാട് കേസുകൾ പിടിച്ച ആളാണ്, ഒരുപാട് കേസുകൾ ആളാണെന്നുള്ള വ്യക്തിപരമായ ഒരു നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ നിലക്ക് ആ 3.5 വർഷക്കാലം ഒരു പോലീസ് ഓഫീസർ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതെല്ലാം ചെയ്തു. അതിനിടയിൽ പെരിന്തൽമണ്ണ ASI ആയിട്ടുള്ള ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ASI ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ആത്മഹത്യയെക്കുറിപ്പ് കാണാതായത് പരാതിയുണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നോ എന്നൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഇതിനെതിരെ പ്രതിഷേധമുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ട് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ എനിക്ക് തോന്നുന്നു 2-ലധികം തവണ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാത്രം ട്രാൻസ്ഫർ ഇല്ലാതെ അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആ മനുഷ്യരാണ് ഇപ്പോൾ MLA വിളിച്ചിട്ട് നിങ്ങളത് പ്രസ് ചെയ്യല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ മനുഷ്യൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ആരായിരുന്നു ഇങ്ങേർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണ് വേണ്ടത്. അൻവർ ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.